കട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാതെ തന്നെ ആയിരിക്കണം. തന്ത്രി മോഷ്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ധർമ്മത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരിവാരിത്തേക്കലും ആക്ഷേപവുമാണ്. അതുകൊണ്ട് നിസാരമായി കാണാൻ പറ്റില്ല. ശബരിമല തന്ത്രി അവിടെ വരുന്ന ഒരു ഭക്തനോട് എനിക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണം പൂശിയ എന്നുള്ളിടത്ത് തന്ത്രി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ബോധപൂർവമാണ് തന്ത്രി ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വർണം കളവ് പോയിട്ടുണ്ടെങ്കിൽ അത് സ്വർണ്ണപ്പാളികളാണ്. നേരത്തെ പറഞ്ഞ മകൻ ഇതൊന്നും മിണ്ടില്ല എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ മകൻ അത് മിണ്ടും. അബാക് മീഡിയയിൽ ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ചണ്ടാള ബാബയാണ്. നമസ്കാരം. മണിക്കൂറുകൾ മുൻപാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലാകുന്നത്, കസ്റ്റഡിയിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന കുറെ പേർ പറയുന്ന ഒരു വാദമുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഉണ്ടായ വീഴ്ചകൾക്ക് അദ്ദേഹത്തെ ബലിയാടാക്കിയെന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാകുമോ? ഇതിലെന്താ വെച്ചാൽ ആളുകൾ പറയുമ്പോൾ അത് തന്ത്രിയോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം മലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ തന്ത്രിയെ പോയി കാണുക, ദക്ഷിണം കൊടുക്കുക, നമസ്കരിക്കുക, ഇത്തരം പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ തന്ത്രി ഒരു ഹൈന്ദവ പക്ഷത്തു നിന്നായിരിക്കും ചിലപ്പോൾ പലപ്പോഴും ഇത്തരം ആശയങ്ങളുണ്ടാവുക. തീർച്ചയായിട്ടും ഒരു പുരോഹിതന് നേരെ ഇത്തരം കാര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്തൊരു ക്രൈം നടക്കുമ്പോഴും ആ ക്രൈമുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മുടെ നിയമവ്യവസ്ഥ പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് അത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു നിയമം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എന്താ വെച്ചാൽ സ്വർണം അവിടെ കളവ് പോയി എന്നൊരു യാഥാർത്ഥ്യം ഉണ്ട്. അപ്പൊ ആ യാഥാർത്ഥ്യത്തിനൊപ്പം നിൽക്കുമ്പോൾ അത് അവിടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ടെമ്പിൾ എൻട്രി ആക്ട് 1965 ടെമ്പിൾ എൻട്രി ആക്ട് പ്രകാരം വർഷിപ്പ് ആക്ട് ഉണ്ട്. അത് പ്രകാരം പോലും ശ്രീകോവിൽ വരെയാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള എല്ലാവർക്കും അവിടെ ചുമതലയുള്ളത് ശ്രീകോവിലിൻ്റെ മുൻഭാഗം വരെയാണ്. അപ്പോൾ ശ്രീകോവിലിൻ്റെ മുൻഭാഗം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ ഭിത്തിയതൊന്നും ഭക്തരുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇവിടെ ശബരിമലയിലെ ശ്രീകോവിലിനോട് ചേർന്ന് നിൽക്കുന്ന വാതിൽപ്പാളിയും അതുപോലെ തന്നെയുള്ള ദ്വാരപാലന്മാരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സ്വർണം കവറിങ് ആണത്. അപ്പോൾ അതും അതുപോലെ തന്നെയാണ് ഈ കൊടിമരത്തിലുണ്ടായിരുന്ന ആലിലകൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളിയിലുണ്ടായിരുന്ന ഈ കുതിര ഒക്കെ തന്ത്രി കൊണ്ടുപോയി. ഇതൊക്കെ ഇപ്പോഴത്താണ് തന്ത്രി ഇത് കൊടുക്കുന്നതെന്നൊക്കെ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്വർണ്ണപ്പാളി അത് സ്വർണം പൂശിയതാണോ ചെമ്പാണോ എന്നൊക്കെ നന്നായി അറിയുന്ന വിജയമല്യ അത് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് നന്നായി അറിയുന്ന വ്യക്തി അവിടെ ആരാന്ന് ചോദിച്ചതിന് മാറ്റമില്ലാത്ത വ്യക്തി അത് തന്ത്രി ഫാമിലിയാണ്. ആ തന്ത്രി ഫാമിലിയിൽ തന്നെ പ്രമുഖനാണ്. ആ സമയത്തൊക്കെ ഉള്ള ഒരാൾ തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാജീവര്. കാരണം മോഹൻ രാജീവര് മാറി വരും. അത് അങ്ങനെയാണ് അവരുടെ രീതിയുള്ളത്, ഷെയർ ചെയ്തെടുത്താൽ. അപ്പോൾ അവിടെ ഈ ഒരു സ്വർണം അവിടുന്ന്, ആ സ്വർണ്ണപ്പാളികൾ അവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പല വാർത്തകളിലും കണ്ടു, അവിടെ പോറ്റിയെ ഓൾറെഡി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഓൾറെഡി അവിടെ പരിചയപ്പെടുന്നതിൽ പങ്ക് തന്ത്രിക്ക് ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടു. സോ തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദക്ഷിണയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവും. എന്തിലാവട്ടെ, അതൊരു ഉപജീവനം. പക്ഷെ മറിച്ച് ഈ ഒരു ആ ശ്രീകോവിലിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഇപ്പം ദേവപ്രശ്നം വെക്കുകയാണെങ്കിൽ പോലും, അഷ്ടമംഗല പ്രശ്നം, താമ്പൂല പ്രശ്നം, ഒരുപാട് സ്വർണ്ണ പ്രശ്നമൊക്കെ ഇങ്ങനെ പ്രശ്നം വെക്കുകയാണെങ്കിൽ ക്ഷേത്ര സംബന്ധിയായ ഒരു പ്രശ്നം വെപ്പിൽ അവിടെ ഒരു ജ്യോത്സ്യന്മാരോ ഉണ്ടായാൽ മാത്രം പോരാ, തന്ത്രിയുടെ സാന്നിധ്യം വേണം എന്നുള്ളത് നിർബന്ധമാണ്. 12ാം ഭാവം കൊണ്ടൊക്കെയാണ് സാധാരണ ജ്യോതിഷം പറയുന്ന നേരത്ത് ആചാര്യനെ കുറിച്ച് ചിന്തിക്കുന്നത് ജ്യോതിഷത്തിൽ, സാധാരണ ഈ ദേവപ്രശ്നത്തിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തന്ത്രിയുടെ സാന്നിധ്യം വേണം, തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഉണ്ടായിരിക്കും. അപ്പോൾ പ്രശ്നം വെക്കുമ്പോൾ ചോദിക്കും, ഇങ്ങനെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശ്രീകോവിലിൽ വിള്ളലുണ്ടോ, പൊട്ടലുണ്ടോ, അല്ലെങ്കിൽ അഴുക്ക് ജലമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ നിത്യനിധാനമായിട്ട് അത് സ്വാഭാവികമായിട്ട് മേൽശാന്തിയാണ് പറയേണ്ടത്. പക്ഷെ വിശേഷമായിട്ട് എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ അതൊക്കെ ചോദിക്കുമ്പോൾ അത്തരം ആചാരങ്ങൾ പറയാൻ ബാധ്യസ്ഥൻ തന്ത്രിയാണ്. പിന്നെ മേൽശാന്തിയേക്കാൾ പരിപൂർണ്ണ ഉത്തരവാദിത്തം തന്ത്രിയാണ്. കാരണം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. ദേവന്റെ പിതാവ് തന്ത്രിയാണ് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഗുരുസ്ഥാനം വേണമെങ്കിൽ ആ ഒരു പ്രതിഷ്ഠാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരും. പിതാവ് എന്നൊരു ആ മന്ത്രത്തിനെയൊക്കെ ആണെങ്കിൽ അതൊരു കടന്നു പോയൊരു വാക്കാണ്. അപ്പൊ എന്നിരുന്നാൽ പോലും പ്രധാനമായിട്ട് ഈ തന്ത്രി പറയേണ്ട, അല്ലെങ്കിൽ തന്ത്രിക്ക് ഉത്തരവാദിത്തം ഉണ്ട് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ആ ശ്രീകോവിൽ കൈ വെക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു അൾട്രേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ പുതുക്കി പണിയോ പുനരുദ്ധാരണം നടത്തുകയോ ചെയ്യുമ്പോൾ അത് ജ്യോത്സ്യന്മാർ പറയുന്നതിന് മുമ്പേ പ്രശ്നം വെക്കണമെങ്കിൽ തന്നെ തന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. ഇത് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ തന്ത്രി പറയും നമുക്ക് പ്രശ്നം വെക്കാമെന്ന് പറയും. ആൾക്കറിയാലും വേറെ ആൾക്കാരെയും കൊണ്ട് ചെയ്യിപ്പിക്കാന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യാൻ പറയുന്നത് തന്ത്രിയാണ്, അവിടെ ഇരിക്കും. ഇനി അതിന് ശേഷം അവിടെ എന്തെങ്കിലും പുതുക്കി സ്വർണം പൂശിയാണ്, അവിടെ ചിലപ്പോൾ ജ്യോത്സ്യത്തിലൂടെ നോക്കിയിട്ടുണ്ടായിരിക്കാം, നോക്കാണ്ട് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു രീതി, അങ്ങനെയാണ്. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഉത്തരം പറയേണ്ടത് വരെയൊക്കെ തന്നെയാണ്. കാരണം അതിലൊക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരം പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണം പൂശലോ തന്ത്രി സമയത്ത് ഓക്കെ എന്ന് പറയുമ്പോൾ സ്വർണം പൂശുകയാണോ സ്വർണം കവറിങ് ആണോ എന്നൊക്കെ അവിടെ അത് പറഞ്ഞ് അത് ഭഗവാന് സ്വീകാര്യമാണോ എന്നാണ് നോക്കുക.
സ്വാഭാവികമായിട്ട് രാശിയിൽ തൃപ്തി വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അത് ചെയ്തോളാൻ പറയും. അപ്പോൾ അത് സ്വർണ്ണമാണോ സ്വർണ്ണമല്ലേ എന്നുള്ളത് തന്ത്രിക്ക് അറിയാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്, അതിൻ്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞത്. ഇനി അത് സ്വർണം അത് ഈ പൂശിയതോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളിയോ ആണെങ്കിൽ അതിന് മങ്ങൽ വന്നു എന്ന് കരുതാം. മങ്ങൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മാറ്റാൻ വേണ്ടി സ്പോൺസർമാർ വന്നു. ഒരു തെറ്റുമില്ല, സ്പോൺസർമാർക്ക് വരാം. സ്പോൺസർമാർക്ക് വരുന്ന സമയത്ത് അത് മാറ്റണോ, എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്ത്രി പറയും മാറ്റണമെങ്കിൽ മാറ്റാൻ ദേവഹിതം നോക്കണം എന്ന് തന്ത്രി പറയണം. തന്ത്രിക്ക് തീരുമാനം എടുത്ത് പറയാം, അതിന് തന്ത്രത്തിൽ അധികാരമുണ്ട്. ജ്യോത്സ്യന്മാരോട് ചോദിക്കണമെന്ന് തന്ത്രശാസ്ത്രത്തിൽ എവിടെയും പറയുന്നില്ല. തന്ത്രമുച്ചായി ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ജ്യോതിഷന് റോളില്ല. ആചാര്യനും സ്ഥപതിയും ഈ തന്ത്രിയും ആചാര്യൻ സ്ഥപതി യജമാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്ത്രിക്ക് ചോദിക്കൊന്നും വേണ്ട. പക്ഷെ നടപനുസരിച്ചിട്ട് പിന്നെ ദേവസ്വം ബോർഡ് സംവിധാനം ആകുമ്പോൾ കൊടുങ്ങുന്നുള്ള ഒരു ഉറപ്പ് അങ്ങനത്തെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബുദ്ധിയും യുക്തിയും ഉള്ള തന്ത്രി എന്ത് പറയും, ഒരു ദേവഹിതം നോക്കാന്ന് പറഞ്ഞാൽ ജ്യോത്സ്യനോട് ചോദിക്കുമ്പോൾ അത് മാറ്റിക്കോളാൻ ജ്യോത്സ്യന്മാർ അവൻ്റെ സമ്മതത്തോടുകൂടി പറഞ്ഞാൽ തന്ത്രി മാറ്റിക്കോളും. അപ്പോഴും തന്നെ തന്ത്രിയുടെ വാക്ക് അവിടെ ഉണ്ട്. പക്ഷെ ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രമാകുമ്പോൾ എല്ലാത്തിനും രേഖയും ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞത് അടർത്തിയെടുക്കുന്ന സമയത്ത് തന്ത്രിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ തന്ത്രി പറയുന്ന ആളുകളുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ തന്ത്രിയുടെ സാന്നിധ്യം അധികം വേണം, കാരണം സ്വർണ്ണമൊക്കെയാണ്. അപ്പോൾ ഇനി വേണമെന്നില്ലെങ്കിലും അദ്ദേഹം അത് അറിയണം. ഇത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വെച്ചാൽ രേഖകൾ സൂക്ഷിക്കും. അപ്പോൾ ഇത് കഴിച്ചെടുക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ഈ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊലപാതകമോ മരണം നടന്ന പോലീസുകാർ വന്ന ഫസ്റ്റ് ഒരു സംഭവം എഴുതി ഉണ്ടാക്കും. ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മഹസർ എന്നാണ് അതിൽ പറയുക. ഈ മഹസർ എഴുതുന്ന നേരത്ത് ഇതിൽ കൃത്യമായിട്ട് ഇന്ന സാധനം ഇന്നോടത്ത് ഇന്ന പോലെ അഴിച്ചു, ഇന്നൊരു സാക്ഷിയായിരുന്നു, ഇന്നൊരു കണ്ടു, ഇന്നൊരു എടുത്തു, ഇന്നൊരു പിടിച്ചു, ഇന്നൊരു കൊടുത്തു, കംപ്ലീറ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് സാക്ഷ്യപ്പെടുത്തുകയും ഇതിന് എന്താ വെച്ചാൽ ഇത് സംഭവം അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ടവരുണ്ട്, രണ്ട് സാക്ഷികൾ എന്നൊക്കെ സാധാരണ കേസിൽ. ഇതിലും അങ്ങനത്തെ ഫോർമുല എന്തെങ്കിലും ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിന് ഞാൻ മനസ്സിലാക്കിയത്, വാർത്തകളിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ തന്ത്രി ഈ മാസറിൽ എഴുതിയിരിക്കുന്നത് സ്വർണം പൂശിയ എന്ന ചെമ്പ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞൊരു കാര്യത്തിൽ ഈ സത്യത്തിൽ അദ്ദേഹം ഒരു അധ്യാപകനും ആണെന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. തന്ത്രി കേവലം തന്ത്രം മാത്രമല്ല ഒരു അധ്യാപകനും കൂടിയാണ് സംശയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തായാലും മഹസർ വായിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും. മഹസർ വായിച്ചു നോക്കിയിട്ട് തന്നെയാണ് ഒപ്പിടേണ്ടത്. അപ്പോൾ സ്വർണം പൂശിയ എന്നുള്ളിടത്ത് തന്ത്രി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ബോധപൂർവമാണ് തന്ത്രി ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വർണം കളവ് പോയിട്ടുണ്ടെങ്കിൽ അത് സ്വർണ്ണപ്പാളികളാണ്, സ്വർണ്ണപ്പാളികൾ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വർണ്ണം പൂശിയതല്ല. പൂശി എന്ന് പറഞ്ഞാൽ ചെമ്പിൽ ചെയ്തു എന്നാ. അപ്പൊ ചെമ്പിൽ എന്ന് പറഞ്ഞ സമയത്ത് അത്രയും സ്വർണത്തിന്റെ വെയിറ്റ് അവിടെ ലോസായി പോകുന്ന ഉറപ്പിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് കാര്യം കണ്ടുപിടിക്കില്ല എന്ന് കരുതി തന്ത്രി അവിടെ അറിയില്ല എന്നെ ആൾക്കാർ പെടുത്തിയതാണെന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ ഇത് എന്താ വെച്ചാൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അത്തരം ചുമതലയുള്ള ആളുകൾ ആരെങ്കിലും ചെയ്തതിന്റെ ഭാഗത്ത് തന്ത്രിയെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കണം. നമ്മൾ സ്വതവേ പറഞ്ഞാൽ ജ്ഞാനികളെയാണ് ബ്രാഹ്മണർ എന്ന് പറയുക, ഇല്ലേ? അങ്ങനെയാണല്ലോ വെപ്പ്, അല്ലെ? ജ്ഞാനം ബ്രഹ്മജ്ഞാനി ഇതി ബ്രാഹ്മണ, ജ്ഞാനമുള്ളവർ ഏത് നമ്മൾ മുൻകാലങ്ങളിലെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും എന്ത് നോക്കിയാലും തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം, അധ്യാപനാംശ അധ്യയനം വചനം യാചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അതൊക്കെ ബ്രാഹ്മണന്റെ ലക്ഷണമാണ്. പിന്നെ നീതി വിധിക്കണമെങ്കിൽ ബ്രാഹ്മണനായിരിക്കണം, ചികിത്സിക്കലാണെങ്കിൽ ബ്രാഹ്മണൻ, അങ്ങനെ പല സ്ഥലത്തും ബ്രാഹ്മണന്റെ യോഗ്യതയാണ്. ജ്ഞാനി എന്ന അർത്ഥം, അവരാണ് ജ്ഞാനി എന്നാ പറയുക. അങ്ങനെയാണെങ്കിൽ ജ്ഞാനപാരമ്പര്യത്തിന്റെ പറയുന്ന, പ്രത്യേകിച്ച് പരശുരാമൻ കൊണ്ടുവന്ന ഫാമിലിയിൽ പെടുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല പരമമായ ജ്ഞാനം വേണം. ഒരിക്കലും ഭഗവാന്റെ പിതാവ് കൂടിയാണെന്ന് അവകാശപ്പെടുമ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ ചതിയിലോ വഞ്ചനയിലോ പെടാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള ആളുകൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഭീഷണിപ്പെടുത്തി, ഒപ്പിട്ടില്ലെങ്കിൽ ആനയേക്കും ചേനയേക്കും എന്ന് പറഞ്ഞു കരുതാം. ശബരിമല തന്ത്രി അവിടെ വരുന്ന ഒരു ഭക്തനോട് എനിക്ക് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് എല്ലാ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇവിടുത്തെ എല്ലാ അയ്യപ്പന്മാരും റെഡിയാണ്. അയ്യപ്പന്മാർ മാത്രമല്ല എല്ലാ വിശ്വാസികളും അവിശ്വാസികളും റെഡി ആയിട്ട് വരും. കാരണം അതൊക്കെ അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ്. പൊതു മുതലുകൂടിയാണ്, അതൊക്കെ പൊതുവാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരിക്കലും തന്നെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള ആരും ഇന്നൊരു ഭീഷണി ഉണ്ടായിട്ടില്ല എന്നുള്ള ചുരുക്കം. പിന്നെ എന്താ ഉണ്ടായത്, ഇതിപ്പോ എൻ്റെ മകനല്ലേ, അങ്ങോട്ട് എടുത്ത് ചില ആൾക്കാരുണ്ടല്ലോടാ എൻ്റെ ഭാര്യന്റെ സ്വർണ്ണം ഒന്ന് കൊണ്ടുവന്ന് പണയം വെക്കട്ടെ ചോദിച്ചിട്ട് എടുത്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ പലർത്തും. ഇത് പറഞ്ഞ പോലെ എൻ്റെ മകന്റെ സ്വർണ്ണം അല്ലേ, അങ്ങോട്ട് എടുത്ത് ആരെങ്കിലും കൊണ്ടിട്ട് ആരപ്പോൾ ചോദിക്കുക, അത് കണ്ടാൽ ഭഗവാൻ ഒട്ട് പറയാനും പോകുന്നില്ല. കാരണം മിണ്ടൂലല്ലോ, ദൈവപ്രശ്നത്തിലൂടെ എന്തെങ്കിലും പറഞ്ഞല്ലോ, അപ്പൊ അത് മിണ്ടൂലല്ലോ എന്ന് കരുതിയിട്ട് അതിന് അനുവാദം കൊടുത്തു എന്നുള്ളത് നിയമം അറിയുന്ന, ആ സിറ്റുവേഷൻ അറിയുന്ന ആർക്കും മനസ്സിലാവും. ഇനി അല്ല അദ്ദേഹം ഈ പറഞ്ഞ വായോണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് SIT കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയില്ല അത്രത്തോളം ശരിയാണ്. പക്ഷെ മറിച്ച് ചോദ്യം ചെയ്യാനാണ്. അപ്പൊ പ്രഥമമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നവർ കൊണ്ടുപോയ ഒരു ഉദ്യോഗസ്ഥന്മാർ എന്തായാലും മണിക്കൂർ കണക്കിന് ഇപ്പൊ ഇതുപോലെ തന്നെ ചുറ്റുപാടൊക്കെ ആൾക്കാർ സാധാരണ പോലീസിന്റെ രീതിയിലനുസരിച്ച് ആ സിസ്റ്റം, പോലീസല്ല ആ സിസ്റ്റത്തിന്റെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇദ്ദേഹം കൃത്യമായി പറയും, 2 വട്ടം ആവർത്തിച്ച് ചോദിക്കും, ഇദ്ദേഹം ആവർത്തിച്ച് പറയും. അപ്പൊ അതിലൊക്കെ ചില ഈ പറഞ്ഞ ദൃശ്യം സിനിമയിൽ മോഹൻലാൽ പഠിപ്പിച്ച പോലെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇവർക്ക് ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ നമ്മൾ പറയണ്ട, ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എങ്ങനെ പോലെ ഒരു സാത്വികത ഉണ്ടായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെ പോലെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതതിൻ്റെ രീതിയാണ്. കള്ളം ചെയ്താൽ മൂടി വെക്കാനുള്ള കഴിവൊന്നും ഇവരെയും കൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ചെയ്തെന്ന് വെച്ചാൽ ഇവർ അറിയാണ്ട് 4 വട്ടം ചോദ്യം ചോദിക്കുമ്പോൾ പലതും വീഴും.
ഇപ്പൊ തൽക്കാലം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാലും കേസ് പരിപൂർണമാകുമ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള അറസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ദേവസ്വം എന്താ പറയുക ബോർഡ് പ്രസിഡന്റും ഇത്തരം ആളുകളൊക്കെ അകത്തു പോയിട്ടുണ്ടല്ലോ, ഇതുപോലെ തന്നെ പോകേണ്ടി വരും, ഒരു സംശയവും ഇല്ല. അപ്പം അത് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നാണ് പറയുന്നത്. ഇത് നിയമത്തിൻ്റെ ഒരു നടപടിയാണ്, പ്രൊസീജിയറാണ്, ചെയ്തേ പറ്റുള്ളൂ. അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ രക്ഷപ്പെടും, സത്യസന്ധനല്ലെങ്കിലോ നേരത്തെ പറഞ്ഞ മകൻ ഇതൊന്നും മിണ്ടില്ല എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ മകൻ അത് മിണ്ടും. അതന്നെയാണ് അയ്യപ്പൻ എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കണം. മറ്റേ ആചാരകാര്യങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ച അദ്ദേഹം വരുത്തിയിട്ടുണ്ട്, പിന്നീട് നമുക്ക് സംസാരിക്കാം. അതെ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് പങ്കുണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ അബാക്കിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഒന്ന് രോഹിത്ജിയാണ് ഇന്റർവ്യൂ ചെയ്ത് തോന്നുന്നു. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ തന്ത്രിയെ നമ്മൾ ഇത് മാറ്റി നിർത്തുന്നത്. മറ്റുള്ള കേസിലൊക്കെ എന്തിലായാലും ശരി അവിടെ അത്തരം ആളുകളെയാണ് തന്ത്രി എന്നല്ല, അത്തരം എന്താണ് ഇടപെട്ട് നിൽക്കുന്ന അവരെ നടക്കുന്നത്. അത്രയും അടുത്ത് നിൽക്കുന്ന ആള് തന്ത്രി അതൊക്കെ അവയുടെ എങ്ങനെയൊക്കെ മാറ്റാം എന്നുവെച്ചാൽ ഈ പറഞ്ഞ ദൈവതുല്യരായിരിക്കുന്ന ആളുകൾ എന്നുള്ളത് എന്താ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. ദൈവതുല്യർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിനെന്നാവില്ല പറയുണ്ടാവുക, നമുക്ക് അന്നേ തോന്നിയിട്ടുണ്ട് ദൈവതുല്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ ഇവരുടെ കൂടി സപ്പോർട്ടിൽ മേലാണ് ഇതൊക്കെ ചെയ്യുന്നത്. മുഖ്യമന്ത്രി ചെയ്തോ ചെയ്തില്ലേ പറയാൻ നമ്മൾ ആളല്ലോ കേട്ടോ, അതൊക്കെ അവർ തെളിയിച്ചോട്ടെ, നമുക്കിപ്പോൾ ആരായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറിച്ച് എന്താ വെച്ചാൽ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം, നമ്മൾ തന്ത്രം അറിയുന്ന ക്ഷേത്രതന്ത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു തന്ത്രിക്ക് എത്രത്തോളം ഒരു ക്ഷേത്രം, ഒരു തിരുവാഭരണം, ഒരു കുടുംബക്ഷേത്രത്തിൽ പോയാൽ പോലും തിരുവാഭരണം ചെറിയ താലിയുടെ ചെറിയ ചളുക്ക് എന്നൊക്കെ പറയും നമ്മൾ, അത്രയും ചെറിയ സാധനമാണെങ്കിൽ പൊട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ അത് അവർ തന്നു കഴിഞ്ഞാൽ നമ്മളത് ചാർത്തി കഴിഞ്ഞാൽ അതുപോലെ നട അടയ്ക്കുന്ന നേരത്തെ ഓരോന്ന് കണക്ക് പറഞ്ഞു കൊടുത്ത് റെഡിയല്ലേ ചോദിക്കും. എന്നിട്ട് എഴുത്തും കുത്തൊന്നും സാധാരണ ഇതിൽ ഉണ്ടാവാറില്ല, ചെറിയതൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ എഴുതും മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും സാധാരണ മറ്റുള്ള പൊതുക്ഷേത്രമൊന്നും അങ്ങനെ പതിവില്ല, ബോധ്യപ്പെടലാണ് പതിവുള്ളത്. എന്നാൽ പോലും ചെയ്താൽ പോരാ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ദേവസ്വം ബോർഡ് കൃത്യമായ രേഖ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിഡന്റ് ചെയർമാനൊക്കെ ആയിരുന്നു അദ്ദേഹം, പേര് കിട്ടുന്നില്ല, ഇതൊരു മേനോനാണ് അദ്ദേഹം. എന്താ വെച്ചാൽ ദേവസ്വം ബോർഡിൽ ചുമതല ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, അഡ്മിനിസ്ട്രേഷൻ ചുമതല ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇത്തരം നിയമങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന നിയമങ്ങൾ വന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നമ്മൾ കേൾക്കുകയാണ്. രാജഗോപാലൻ നായരോ എന്താണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് രേഖപ്പെടുത്തുമ്പോൾ ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ അന്ന് ഇവിടെ ഇതേ ഇതിലിരുന്ന് പറഞ്ഞത്, ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് പറഞ്ഞത്, തന്ത്രിക്ക് ചുമതല, ഈ തന്ത്രി എന്തായാലും ഇത് ചോദ്യം ചെയ്യപ്പെടണം, അത് ചെയ്യുന്നില്ല, എന്തുകൊണ്ടേ ചോദിച്ചത്. എന്താ വെച്ചാൽ ഇപ്പൊ അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അതിന് സത്യസന്ധത കൃത്യമായും സമൂഹത്തിന് ബോധ്യപ്പെടണം. ഒരു ക്ഷേത്രത്തിലെ തന്ത്രി അല്ല അദ്ദേഹം, എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേത്രങ്ങളിലെ മഹാക്ഷേത്രങ്ങളുടെ താന്ത്രിക ആചാര്യനായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അവരുടെ ആ വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. തന്ത്രി മോഷ്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ധർമ്മത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരിവാരിത്തേക്കലും ആക്ഷേപവുമാണ്. അതുകൊണ്ട് നിസാരമായി കാണാൻ പറ്റില്ല. ചോദ്യം ചെയ്യൽ മാത്രമാണ് നമുക്കത് വിട്ടുകളയാം. പക്ഷെ മറിച്ച് കുറ്റക്കാരനാണെങ്കിൽ വളരെ ഖേദകരമായ കാര്യമാണ്. വളരെ പ്രതിഷേധം, ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പലതും ഇവിടെ നടന്നു, സ്ത്രീ പ്രവേശിച്ചു പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം എന്താ വെച്ചാൽ ഇതിനെയൊക്കെ തെരുവിൽ ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്ക് സമൂഹം വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരും ചോദിക്കില്ല, ഇത് എന്നെ ഒരു അമ്പലത്തിൽ കയറിയപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇത് ആചാരം, കാരണം അന്ന് പുണ്യാഹം ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ്. അത് കോപ്പ് കൂട്ടിയത് എന്തിനാ? ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക ചേട്ടാ നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ പോലും അത് കോപ്പ് കൂട്ടിയത് എന്തിനാ? ആ ടൈമിലാണ് ഇതൊക്കെ ഇവർ ഇതിനുള്ള പ്ലാന് സ്കെച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് നടക്കുന്നത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പുണ്യാഹം ചെയ്യലായാലും ശരി, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്ന് പറഞ്ഞ പരിപാടി പലതും ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പൊ ഇതൊക്കെ എന്തിനാ സമൂഹം ചോദിക്കണം? മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. തന്ത്രി എന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു. അതൊരു കാരണം ഇതിന് മുമ്പ് ആ കൂട്ടത്തിൽ തന്നെ ഒരു തന്ത്രിയാണ് മറ്റൊരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനത്തെ ഒരു വിഷയമൊക്കെ ഉണ്ടായത്. അപ്പൊ അത്തരത്തിൽ വിഷയങ്ങൾ ഇവരുടെ ഫാമിലിയിൽ തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തല്ല, ഫാമിലി ഒരുപാട് നല്ല വ്യക്തിയാണ്, പക്ഷെ ഫാമിലി മൊത്തം പറയല്ല. പക്ഷെ ഈ ആചാര്യത്വം ഏറ്റെടുക്കുമ്പോൾ ആചാര്യത്വത്തിൽ നിൽക്കുന്നത്, പ്രത്യേകിച്ച് വൈഷ്ണവ പാരമ്പര്യമുള്ള സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതും അവർ ആ സത്യസന്ധത പുലർത്തുന്നതുമാണ്. അത് വീഴ്ച നന്നായി വന്നു. പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പൻ ഇവർ തോന്നിയ പോലെ ആചാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവർക്കറിയുന്ന പണി കിടക്കാൻ വേണ്ടിയിട്ട് ഇവർക്കറിയുന്ന രീതിയിൽ ശബരിമല മാറ്റിയിട്ടുണ്ട്. എല്ലാം ദേവസ്വം ബോർഡോട് കൂട്ടുനിന്നിട്ട് ദേവസ്വം ബോർഡിൽ ഉത്സവം കൊണ്ടുവരിക, കൊടിമരത്തിൽ തന്നെ പല കാര്യങ്ങൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പടിപൂജ, ഇതൊക്കെ ഇവർ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ മല ദൈവ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാവ് സമ്പ്രദായത്തിൽ, തന്ത്രം തന്നെയാണ് കാവ് സമ്പ്രദായത്തിന് വിരുദ്ധമാണ്. ആചാരത്തിൽ വൈരുദ്ധ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ച് തന്ത്രശാസ്ത്രം അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി തിരിച്ചടിക്കും. ഒരു ദേവന് എന്തെങ്കിലും ഒരു ദേവാലയത്തിന് എന്തെങ്കിലും അനർത്ഥം അല്ലെങ്കിൽ വിഗ്രഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്തരിലേക്കും അതുപോലെ ഒരാളിലേക്കൊക്കെ വരുന്നത് പോലെ തന്നെ തന്ത്രിയിലേക്ക് അത് കാണാൻ പറ്റും, കുടുംബത്തിലേക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? അവിടെ കൃത്യം ആചാര ലംഘനോ അതിനെ കളവുമാണെങ്കിൽ അത് കാണിക്കുന്നത് വേറൊന്നുമല്ല, ശബരിമലയിൽ പരിപൂർണമായിട്ടും അതിൻ്റെ എല്ലാം കളവ് പോയി. എല്ലാം കളവ് എന്താണ്? അതിൻ്റെ ആത്മാവാണ്.
ആത്മാവ് ഹിന്ദു ആരാധനയുടെ ആത്മാവ് പറഞ്ഞാൽ ആ ഒരു കൾച്ചറാണ്, വേർഷിപ്പ് സിസ്റ്റമാണ്, ദർശനമാണ്. അതവിടെ ഇല്ലാതായിരിക്കുന്നു എന്ന് പ്രതിഫലിക്കുന്നതാണ് ഇവരൊക്കെ ഇതിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സത്യസന്ധമായിട്ട് പുറത്തു വന്നാലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ മുഴുവൻ മാറ്റിമറിച്ച് അതിൻ്റെ ആത്മാവ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആരാൽ? ഇവരാൽ. അതെ. അപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട് മറ്റു പല അനാസ്ഥകളും ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു. അതെന്താണ്? അല്ല, അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശബരിമല ഇന്നലകളിലെ ശബരിമല എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ആചാരങ്ങൾ എങ്ങനെ ഇപ്പൊ മലയന്മാർ ആരാധിച്ചു അതിന് ശേഷം അപ്പോൾ ഈ പറഞ്ഞ അയ്യപ്പൻ ഇതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ ഇതെല്ലാം മാറ്റപ്പെട്ട് ഈ കാവ് സമ്പ്രദായത്തിലേക്ക് ഇത് വരുമോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആളുകളെ കണ്ടുമടുത്ത കാര്യങ്ങളും അതിന് മിക്കൊന്നല്ല തിരിയുക. ഇതൊന്നും തന്നെ ഹൈന്ദവമായിരിക്കുന്ന ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന രീതിയിലേക്കല്ല വരിക, മറിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന പശ്ചാത്തലം ഒരുക്കുന്നതിലേക്കാണ് എല്ലാവരും കൊണ്ടുപോവുക. ഈ മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ പോലും നാളെ ആക്ഷേപിക്കുക. എന്തോ പണ്ട് എവിടെ ആരോ എന്തോ വെളുക്കിരുന്ന കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചു കൊടുത്ത ക്ഷേത്രങ്ങളെ തന്നെയാണ്. ഒരു അമ്പലം നശിച്ചു കഴിഞ്ഞാൽ അത്രയും അമ്പലങ്ങൾ ഇല്ല, അന്ധവിശ്വാസം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്ത പല രാഷ്ട്രീയക്കാരുമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്തരത്തിലുണ്ടായി കഴിഞ്ഞാൽ നാളെ ഇതേ ആളുകൾ തന്നെ വേദിയിൽ മൈക്ക് കെട്ടി പറയും, ഒരു സ്വർണം കെട്ടിട്ട് മിണ്ടാൻ പറ്റിയില്ല, അത് തന്ത്രിമാര് പോലും കട്ടു, ഇതാണോ തന്ത്രം, ഇതാണോ അമ്പലം എന്നുകൊണ്ട് ആക്ഷേപിക്കുന്ന ഒരു സംവിധാനം അങ്ങനെയാക്കി മാറ്റുകയല്ലാണ്ട് ഒരിക്കലും തന്നെ അന്തസത്തയിലേക്ക്, കാരണം ഹൈന്ദവമായിരിക്കുന്ന കാവ് ദർശനങ്ങളിലേക്ക്, കാവ് സമ്പ്രദായങ്ങളിലേക്ക് മടങ്ങുമെന്നും നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കളെ പരമാവധി ആക്ഷേപിക്കാൻ മാത്രമേ ഉള്ളൂ ഇതിനുപയോഗിക്കുള്ളൂ. അതിന് ഹൈന്ദവ ഭക്തജന സമൂഹമാണ് തിരിച്ചറിയേണ്ടത്. എന്താണ് ഇത്? ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അയ്യപ്പൻ ഈ സ്വർണം പൂശിയിരിക്കേണ്ട ആളൊന്നുമല്ല. സ്വർണം പൂശുമ്പോഴേ അത് വേണ്ട എന്ന് പറയാൻ വരുന്നു. കാരണം കാട്ടിലിരിക്കുന്ന ആൾ സ്വർണം പൂശാനാണെങ്കിൽ കൊട്ടാരത്തിലിരുന്നാൽ മതി, അല്ലെങ്കിൽ വേറെ നാട്ടിൽ ഇത് ഇരുന്നാൽ മതി. ഇതിനൊക്കെ ഒരു കഥയുണ്ട്. പണ്ട് ഏതൊരു എന്താ പറയുക, ഒരു ചങ്ങാതി റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത്, ശബരിമല സീസണിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുക അത്രേ. അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഇയാൾ നിൽക്കുന്ന വെച്ചാൽ പുണ്യാളന്റെ ഈ രൂപത്തിന്റെ അടുത്താണ്. പുണ്യാള് ഒരു ക്രൈസ്തവ വിശ്വാസിയാ. പുണ്യാളെങ്ങനെ മറ്റേ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇയാൾ നമ്മുടെ നാട്ടിലിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കഥയാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഇത് കുത്തിപ്പിടിച്ച് നിൽക്കുന്ന നേരത്ത് ഇയാൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വാമി അയ്യപ്പ ചും എന്നിട്ട് വണ്ടി ഇങ്ങനെ ചേച്ചായിട്ട് പോവാം. ഇയാൾ ഇങ്ങനെ നോക്കും. ലാസ്റ്റ് ഇത് ഒത്രയും പോവല്ലേ, അപ്പം അത്രയും തിരക്കല്ലേ. ഇയാൾ നേരത്തെ പുണ്യാൾ നോക്കിയിട്ട് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ കുന്തവും പിടിച്ച് നിന്നോ, ആൺകുട്ടികൾ കാട്ടിലിരുന്നിട്ടാണ് കാശുണ്ടാക്കണമെന്ന് പറയുന്ന തമാശയുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പരിഹസിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ, പക്ഷെ മറിച്ച് അത് പറഞ്ഞ പോലെ സ്വർണ്ണമാണ് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ എക്സിക്യൂട്ടീവ് ലൈൻ ആണെങ്കിൽ അയ്യപ്പന് നാട്ടിലിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അയ്യപ്പൻ കാട്ടു പോരുന്ന കുറച്ച് സമാധാനം, ആ കാടിന്റെ അന്തരീക്ഷം കരുതിയിട്ടാണ്. അത് സ്വർണം പൂശുമ്പോഴും തന്നെ അതിന്റെ കാലഘട്ടത്തിൽ ഈ സ്വർണ്ണമൊക്കെ പൂശുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിൽ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഈ പഴയ ക്ഷേത്രങ്ങളിലെ ഈ ലോഹങ്ങൾ, ഇപ്പൊ നമ്മുടെ മെറ്റലുകളായിട്ടുള്ള ചെമ്പായാലും ശരി, അല്ലെങ്കിൽ കൊടിമരത്തിന്റെ മെറ്റീരിയൽ ആയാലും ഇതൊക്കെ തന്നെ ആളുകൾ എടുക്കുന്ന രീതിയിലാണ്. ഇറീഡിയം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ കളക്ഷന് വേണ്ടി ഈ ക്ഷേത്രങ്ങളുടെ പല അവശിഷ്ടങ്ങളും അതനുസരിച്ച് ക്ഷേത്രം പുനരുദ്ധരിച്ച് തരാന്ന് പറഞ്ഞിട്ടാണ് അവർ വരിക. ക്ഷേത്രം ഞങ്ങൾ പുനരുദ്ധരിക്കുക, എത്ര കോടി വേണം ചിലവാക്കാം. അപ്പം നമ്മൾ നമ്മൾ അമ്പലം നന്നാവും പോലെ പഴയ ഐറ്റംസ് കംപ്ലീറ്റ്. കാരണം നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ ഈ പഴയ സാധനങ്ങൾ പൊളിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടും തമ്പ്രാന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ ഇവർ പ്രതീക്ഷിക്കുന്ന ഇറിഡിയം കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊക്കെ എന്തെങ്കിലും ഉദ്ദേശത്തിലായിരുന്നോ ശബരിമലയിലെ സ്വർണം പൂശിയെന്ന് പോലെ ഇന്ന് മാത്രമല്ല എന്നും നമ്മൾ സംശയിക്കുന്നത്. കാരണം ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ പറഞ്ഞ ആളുകളെയാണ് അന്നും അതിന് സമ്മതം കൊടുത്തത്. പിന്നെ ഈ കാവ് സമ്പ്രദായത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷികൾ എന്ന് പറയുന്ന ദൈവജ്ഞർ ഇതിനൊക്കെ അംഗീകാരം കൊടുത്തത്? പ്രമാണം ഇതിൽ കണ്ടു, ജ്യോതിഷത്തിൽ കണ്ടു പറഞ്ഞാൽ ആ ജ്യോതിഷമൊക്കെ ശരിയാണോ എന്നുള്ളത് ഭക്തരാണ് ചിന്തിക്കണം. കാട്ടിലും കാവിലും ഇരിക്കേണ്ട ഒരാളെ ഇങ്ങനെ സ്വർണം പൂശാൻ വേണ്ടി അയാൾ ചിന്തിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയണില്ല അതൊക്കെ എത്രത്തോളം ശരിയാകുമെന്ന്. അപ്പം അതുകൊണ്ട് ആചാരങ്ങൾ പരമാവധി എല്ലാ അർത്ഥത്തിലും അതാ പറഞ്ഞത്, കാവ് സിസ്റ്റം മാറ്റി ക്ഷേത്ര സംവിധാനം കൊണ്ടുവന്നു. ക്ഷേത്ര ആരാധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് 99% അവിടെ നടക്കുന്നത്. സഹസ്രകലശം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതാണ് ഇവർക്ക് പൗരോഹിത്യം മേൽക്കോയ്മ അടിയുന്ന. ഇത് നടക്കുമ്പോൾ സഹസ്രകലശാദി കാര്യങ്ങളൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ദ്രവ്യകലശങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്ത്രിക്കാണ് റോള്, മേൽശാന്തിക്ക് കലശം കൊണ്ടുപോകുന്ന റോളേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ വെച്ചാൽ തന്ത്രിയുടെ ദക്ഷിണ, കാരണം അദ്ദേഹം ശമ്പളമല്ല, തന്ത്രി ശമ്പളക്കാരനല്ല. തന്ത്രി എന്ന് പറയുന്നത് ദക്ഷിണയാണ് കിട്ടുന്നത്. ദേവസ്വം ബോർഡ് ചെറിയ ദക്ഷിണയെ കൊടുക്കുക, പിന്നെ ആളുകൾ കൊടുക്കുന്നതാണ്. അപ്പോഴും തന്നെ ഒരുപാട് മുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇന്നലകളിൽ കുറേ സ്ഥലത്ത് നേരത്തെ രാജഗോപാലൻ നായർ കുറേ മുണ്ടിൻ്റെ എണ്ണോ കുറച്ചെന്നൊക്കെ അവർ പറയുന്നത് ഞാൻ കേൾക്കണ്ടായി. ഇതെങ്ങനെ വെച്ചാൽ മിനിറ്റിന് ഉണ്ടാവും. മിനിറ്റ് പറഞ്ഞാൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പിന്നെ ഒരു മുണ്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഈ മുണ്ട് കൊടുത്തിട്ട് എന്താ ചെയ്യുക, അത് നേരെ ഒരു മടക്കിയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ 1-2 മുണ്ട് ഉപയോഗിക്കും, ബാക്കിയൊക്കെ മടക്കി മറ്റോടത്ത് ഈ ഗുരുവായൂരിലെ പഴം അപ്പുറത്തെ കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പോലെയാണ്. അങ്ങനെയാണല്ലോ സാധാരണ വിളക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിളക്കാണ് അപ്പുറത്തിരിക്കുന്നു, പേര് എഴുതാത്തതുകൊണ്ട് അറിയാത്തത്. അപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കും. കൊടുങ്ങല്ലൂരാണെങ്കിൽ കോഴി ആടും വെച്ച് കഴിഞ്ഞാൽ അത് അപ്പുറത്തെ കടയിൽ ആർക്കാൻ വേണ്ടി വെക്കും, നമ്മൾ തന്നെ കാശ് കൊടുത്ത് നടക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്ത്രി എന്താ വെച്ചാൽ
തനിക്കറിയുന്ന തന്ത്രശാസ്ത്രം, തനിക്കറിയുന്ന തന്ത്രത്തിൽ എന്തൊക്കെ പൂജകളുണ്ടോ അതിനെ പരമാവധി അവിടെ ഇപ്പോൾ ഈ സലീം കുമാർ ഏകമുദ്ര ദ്വിമുദ്ര പറഞ്ഞ പോലെയാണ്, അയാൾക്ക് ഇതും അറിയുള്ളൂ. അതുകൊണ്ട് അത് കളിച്ച പോലെ ഇവർക്കറിയുന്ന സാധനങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത്. കാരണം ഇവർക്ക് കാരണം തന്ത്രിയുടെ ഏറ്റവും വലിയ വീഴ്ച എന്താ അറിയോ, ഒരു തന്ത്രി ഉത്സവത്തിനും പ്രതിഷ്ഠാ ദിനത്തിനും അല്ലെങ്കിൽ ഈ പ്രശ്നം വെപ്പ് എന്തിലൂടെയും മാത്രമാണ് തന്ത്രി ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അത്രേ പാടുള്ള ശബരിമലയിലെ പൂർവ്വമായിട്ടുള്ള രേഖകളിലും രാജാക്കന്മാരുടെ ഉടമ്പടിയിലൊക്കെ ഉള്ളതാണ്. പക്ഷേ ശബരിമല മാത്രം സീസൺ തുടങ്ങിയ തന്ത്രി അവിടെ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ ഉണ്ടെന്ന് മാത്രമല്ല, തന്ത്രിയുടെ ഇപ്പം നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കാരണം യുവതികൾക്ക് പ്രവേശനമില്ലല്ലോ. ഉണ്ടാവാതിരുന്ന നന്നായി, അല്ലെങ്കിൽ നിങ്ങളുടെയും കൂടി ആട്ടും തുപ്പ് ഒരു കേൾക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു ബോർഡ് ഉണ്ടായിരിക്കും, മേൽശാന്തിക്ക് ഉണ്ടാവും കൂടെ തന്ത്രി. ഇവിടെ എങ്ങനെ വെച്ചാൽ തന്ത്രി ഇരിക്കുമ്പോൾ ആൾക്കാർ പോകും. ഇപ്പം നെയ്യഭിഷേകത്തിന് ഇവരെയൊക്കെ വലിയ കാര്യം ശിങ്കടികൾ ഉണ്ടാവും, കൗണ്ടറിലൊന്നുമല്ല കാര്യമായിട്ട് ഇവർക്ക് പൈസ കൊടുത്ത നെയ്യഭിഷേകങ്ങൾ. ആ നെയ്യ് ഇവിടുന്ന് വാങ്ങുമ്പോൾ തന്ത്രിനെ നേരിട്ട് പോയിട്ടൊന്നും ഇപ്പം നമ്മുടെയൊക്കെ കാല് പിടിച്ചതിനൊക്കെ ബൊഞ്ചു അല്ലേ സംഭവങ്ങൾ. പക്ഷെ മറിച്ച് അത് വെറുതെ കാല് പിടിച്ചത്, ഇത് കാശ് കൊടുത്ത് കാല് പിടിക്കുക, എന്നിട്ട് കാശ് കൊടുക്കുക, തന്ത്രിക്ക് ഒരു അനുഗ്രഹിക്കുക, പ്രസാദം കൊടുക്കുക, കാല് പിടിക്കുക, പുക ഇങ്ങനെ ആൾക്കാരിരുന്ന് വാങ്ങാൻ വേണ്ടി അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ നെയ്യഭിഷേകത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഏജന്റ് പണി പോലെ നടക്കുന്ന പോലെയൊക്കെ ഇതും കൃത്യമായ ആചാരം വെച്ചാൽ പിതൃസ്ഥാനീയനാണെന്ന് തന്നെ വെച്ചോളൂ. അദ്ദേഹം അവിടെ 24 മണിക്കൂർ ഇരിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ തന്ത്രി എപ്പോഴും തപസ്സിലായിരിക്കണം എന്നാണ്, മന്ത്രജപമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം. ഇല്ലെങ്കിൽ പോലും സാമൂഹ്യ പ്രവർത്തനം, തപസ് പറഞ്ഞാൽ ജപം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളാവാം ധർമ്മനിഷ്ഠമായിട്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ചാൽ അതൊരു ഭാഗത്ത് ഇരുന്ന് ചെയ്യേണ്ട സമയത്ത് ഇതിനെ നിന്നാൽ എങ്ങനെയാണ്, ഇദ്ദേഹത്തിന് ചൈതന്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ചൈതന്യം അവിടെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അഥവാ വന്ന് ഇരുന്ന് ഇദ്ദേഹത്തിന് ചൈതന്യം തന്നെ ഉണ്ട്, ആ ചൈതന്യം ആ ദേവതയിലേക്ക് പോയാലോ ചൈതന്യ വർധനവ് അത്രയും ആയിക്കഴിഞ്ഞാൽ അതും തന്നെ നമ്മൾ തീ കൂടുതലായി കഴിഞ്ഞാൽ വീട് കത്തിക്കാനുള്ള തീയല്ലേ വീടിക്ക് വേണ്ടല്ലോ ഇല്ലേ. വലിയൊരു പന്തം കൊണ്ട് വന്നാലോ ഈ പുലിവാല കല്യാണത്തിൽ ജയകത്തിയുടെ താടി കത്തുന്ന പോലെ അങ്ങനെ കത്തിപ്പിടിക്കും. ഇതുപോലെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിനും ഈ സമ്പത്ത് കരുതിയിട്ട് ഇരിക്കുന്നത് തൊട്ടിട്ട് ആഘോഷിക്കുന്നത് പോലും മുഴുവൻ മാറ്റി. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ ഒരു സംശയമുണ്ട്, അപ്പോൾ ഈ പ്രശ്നം വെച്ച് നോക്കിയാൽ കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ലേന്ന്. അല്ല, അവര് പറയണം സ്വർണം എടുത്ത് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ അതേ ജ്യോതിശാസ്ത്രത്തിന്റെ ജ്യോതിഷന്മാരെ തന്നെ വിളിക്കണം. ഇത് എങ്ങടാ കൊണ്ടുപോയി, ഈ പോലീസുകാർ ആവശ്യമില്ല. ഇത് വെക്കാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിലിരിക്കാൻ ഉദ്ദേശിച്ച അയ്യപ്പനോ മണികണ്ഠനോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, ഭഗവാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ജ്യോതിഷന്മാരെ തന്നെ വിളിക്കണം. ഇവിടെ ഇരുന്ന് പ്രശ്നം വെച്ചിട്ട് അത് എവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. കാരണം ഭഗവാന്റെ ഇംഗിത പറഞ്ഞ ആൾക്കാർ ഇല്ല, ഭഗവാൻ തന്നെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാൽ എവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട് അത് കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ പറയണം, ഇവരെ കൊണ്ട് പറയിപ്പിക്കണം. കാരണം ഈ ഭഗവാൻ ഒരു തരത്തിലും അതാണ് പറഞ്ഞത്, സമ്പ്രദായ ഭേദമനുസരിച്ചുള്ള ജ്യോത്സ്യന്മാരെ വിളിച്ച് എന്താണെന്ന് അറിയാത്ത ജ്യോത്സ്യന്മാർ പ്രശ്നം വെച്ചാൽ ജ്യോത്സ്യന്മാരുടെ പ്രശ്നം അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ വേണം, ഞങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒരു സ്ഥലത്തൂടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്ത്രി മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു ജ്യോതിഷത്തിലൂടെ സംഭവം ജ്യോതിഷത്തിൻ്റെ വിധിപ്രകാരം എന്താ വെച്ചാൽ 7 രാശി മറ്റുള്ള ബന്ധപ്പെട്ടൊക്കെ തന്നെ പല രീതിയിൽ നമ്മൾ ഈ എങ്ങനെയാണ് കളവ് പോയ മുതൽ എവിടെയാണ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരെ കയ്യിലാന്നുള്ളതല്ല, ഇന്ന പ്രദേശത്ത് ഇന്ന രീതിയിൽ ഇന്നിടത്ത് ഇരിക്കുന്ന ലക്ഷണം പറയാനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പറയാൻ നമ്മളാളൊന്നല്ല, നമ്മൾ പറയാനും നിൽക്കുന്നില്ല, നഷ്ടപ്രശ്നം നമ്മൾ ശ്രദ്ധ വെക്കാറില്ല. എന്നിരുന്നാൽ പോലും ഇത് പറയാൻ ഇതിന് ഓർഡർ കൊടുത്ത അംഗീകാരം കൊടുത്ത ആളുകൾ ഭാവിച്ച അവർ തന്നെ വിളിക്കട്ടെ. പോലീസുകാരൊന്നും കഷ്ടപ്പെടണ്ട. ഈ ഉണ്ടല്ലോ ചില പോലീസുകാരൊക്കെ അല്ലേ ഇവിടെ തന്നെ സംഘം കഷ്ടപ്പെടുകയാണ്. അല്ല, അതാണ് എന്താ വെച്ചാൽ ഇവിടെ തന്നെ ഒരു ഉദ്യോഗസ്ഥന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഏതൊരു കേസ് അന്വേഷണമായിട്ട് ജ്യോത്സ്യന്മാരുടെ സഹായം തേടിയതും ഒക്കെ ഓക്കെ പേര് അങ്ങ് പറയുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയൊക്കെ അനുഭവമുള്ള ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സഹായങ്ങൾ തേടാം, ജ്യോതിഷന്മാരുടെയൊക്കെ സഹായം തേടാം, അന്വേഷിക്കാം, മഷിയിട്ട് നോക്കാം, അന്വേഷണം ഒരു CID ജാസിനി വിജയനെയൊക്കെ ഏർപ്പാടാക്കാം. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, അന്വേഷിച്ച് പോട്ടെ, അമേരിക്കയിലൊക്കെ പോട്ടെ. എന്തായാലും ഇതൊക്കെ എന്താ വെച്ചാല് പുറം ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഉണ്ടാകും. കാരണം ഇവിടുത്തെ ഇത്തരം പൊരുളുകളൊക്കെ കിടക്കുന്നത് പുറം ലോകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനൊക്കെ മൂല്യമേറും. ഇന്നതിനേക്കാൾ മൂല്യം അതിപ്പോൾ എടുത്താലും നാളെ മൂല്യമേറും. നാളേക്ക് വേണ്ടിയിട്ടാ, ഇന്നേക്ക് വേണ്ടിയിട്ടല്ല. ഇന്ന് എത്ര കോടി ചിലവായാലും അതിൻ്റെ 10 മടങ്ങ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ കുറേ സാധു ഭക്തരുണ്ട്, ആ കാടേറിപ്പോയി. അത് നമ്മൾ പാട്ടിലൊക്കെ പറഞ്ഞ പോലെ മുടന്തനാവാം, മിണ്ടാത്തവനാവാം, കണ്ണ് കാണാത്തവനാകാം. അതൊക്കെ ഭഗവാൻ തീർക്കുമെന്ന് കരുതി ഊമകളെയും സംസാരിപ്പിക്കുന്ന ആ കലികാല വൈഭവമായിരിക്കുന്ന കലികാലത്തിലെ ധർമ്മശാസ്ത്ര എന്ന് പറയപ്പെടുന്ന അയ്യപ്പൻ ശാസ്ത്രം നമ്മളെല്ലാവരും പറയുകയാണ്, നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും അവിടെ ആ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ എത്ര നൊമ്പരുണ്ടാവും എന്നറിയാം. ആ വേദനകളൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കും. അതൊക്കെ ഇവർ പണിഷ്മെൻറ്റ് കിട്ടാതെ പുറത്തു വന്നാലും നമ്മൾ നാടൻ ചൊല്ലുണ്ട്, വെള്ളം കിട്ടാണ്ട് ചാവും എന്ന് പറയും. വെള്ളം കുടിക്കാൻ ആഗ്രഹം ഉണ്ടായാലും വെള്ളം ഇറങ്ങാൻ പറ്റില്ല ഇവർക്ക്. ഇനി സ്വാഭാവികമായിട്ടും ചണ്ടാളവാവ് പറയുന്നുണ്ട്, ചണ്ടാളവ് എന്തെങ്കിലും ചെയ്യുമോ? നമ്മൾ പറയും നമ്മൾ ചെയ്തില്ലെങ്കിലും മനസ്സുകൊണ്ട് ചെയ്യും. എന്താണ് അത്? അത്രയും ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ പല ക്രിയകളൊക്കെ ചെയ്യാറില്ലേ, പക്ഷെ ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ മുതൽ കട്ടവരെ കട്ടിട്ടുണ്ടെങ്കിൽ
വെള്ളമിറങ്ങാതെ തന്നെ ആയിരിക്കണം അവർക്കൊരു അവസാനം. കാരണം വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല, ഭക്തരുടെ നൊമ്പരം എന്തെന്ന് ഇവരറിയണം. ഇവർ ദൈവമില്ല എന്ന് കരുതിയിട്ടാ ചെയ്തെങ്കിൽ ദൈവമുണ്ടെന്ന് അവർക്ക് ബോധ്യമാണ്. അതിന് വേണ്ടിയിട്ട്, മറ്റൊന്നിനും വേണ്ടിയിട്ടാണ്. വിഷമാണ് അതൊക്കെ.